2023 ഫെബ്രുവരി 27 തിങ്കളാഴ്ച. ആ ദിവസം ഷീല സണ്ണി എന്ന സ്ത്രീക്ക് മറക്കാൻ കഴിയാത്തൊരു കറുത്ത ദിവസമായിരുന്നു. ചാലക്കുടി പട്ടണത്തിൽ ഷീ സ്റ്റൈൽ എന്ന പേരിൽ ചെറിയൊരു ബ്യൂട്ടി പാർലർ നടത്തുകയാണ് നായരങ്ങാടി കാളിയങ്കര വീട്ടിൽ ഷീല സണ്ണി. അത് വലിയൊരു ബ്യൂട്ടി പാർലർ ഒന്നുമല്ലായിരുന്നു. ത്രെഡിംഗ് ചെയറും ഫേഷ്യൽ ബെഡും മാത്രമുള്ള ഒരു കുടുസ് മുറിയായിരുന്നു അത്. ആ മുറിയിൽ തന്നെ ഒരു സ്ത്രീക്ക് തയ്യൽ ജോലി ചെയ്യാൻ ഷീല സ്ഥലം പകുത്തു നൽകിയിരുന്നു. വാടകയുടെ ഒരു വിഹിതം അവർ കൊടുക്കും. അപ്പോൾ തന്നെ ഷീലയുടെ ബ്യൂട്ടി പാർലറിൻ്റെ ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. മറ്റൊരു ബ്യൂട്ടി പാർലറിൽ 8 കൊല്ലം ജോലി ചെയ്ത പരിചയം കൈമുതലാക്കിയാണ് ഷീല ആ പാർലർ സ്വന്തമായി തുറന്നത്. അന്നന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് കഴിഞ്ഞു പോകാം, അത്ര തന്നെ. ഭർത്താവ് സണ്ണി ഹോട്ടലിൽ സപ്ലയറായും സെക്യൂരിറ്റി ജീവനക്കാരനായും ഒക്കെ ജോലിക്ക് പോകും. ഒരു മകനും മകളും ഉണ്ടായിരുന്നു ഷീല സണ്ണി ദമ്പതികൾക്ക്. 2022 മകൻ സംഗീതിൻ്റെ വിവാഹം കഴിഞ്ഞു. കല്യാണാലോചന വന്നപ്പോൾ അവൻ ലോൺ എടുത്ത് ഒരു വീട് വെച്ചു. അതുവരെ വാടക വീട്ടിലായിരുന്നു ഷീലയുടെയും കുടുംബത്തിൻ്റെയും താമസം. കല്യാണം കഴിഞ്ഞ് സംഗീത് ചാലക്കുടിയിൽ ഒരു മൊബൈൽ ഷോപ്പ് തുടങ്ങി. ഇതിനു മുമ്പ് തന്നെ മകളുടെ വിവാഹവും കഴിഞ്ഞിരുന്നു. മകളെയും വിവാഹം കഴിപ്പിച്ചയച്ച് വീട് പണി കൂടിയായപ്പോൾ വല്ലാത്തൊരു സാമ്പത്തിക ഞെരുക്കം കൂടി ആ കുടുംബത്തെ ബാധിച്ചു. അങ്ങനെ കടം തീർക്കാനായി ഷീല ഇറ്റലിയിൽ ഹോം കെയർ ജോലിക്ക് പോകാൻ ശ്രമിച്ചു. പക്ഷേ ആ പോക്ക് നടന്നില്ല എന്നു മാത്രമല്ല, 1 ലക്ഷം രൂപയുടെ ബാധ്യത കൂടി ഷീലയുടെ തലയിലാകുകയും ചെയ്തു. രാവിലെ 8 മണിക്ക് പാർലറിലെത്തും, രാത്രി 8 മണിയാകുമ്പോഴേക്കും തിരിച്ചു വീട്ടിലെത്തും. ഇതിനിടയിൽ മകളെ കെട്ടിച്ചയച്ച വീട്ടിൽ കയറി പേരക്കുട്ടിയെ കാണും. ഇതായിരുന്നു ഷീലയുടെ ഒരു ദിവസത്തെ ജീവിതം. തൻ്റെ സ്കൂട്ടറിലാണ് ഷീല വീട്ടിൽ നിന്നും പാർലറിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അന്നും അങ്ങനെ തന്നെയായിരുന്നു. സമയം ഉച്ച കഴിഞ്ഞിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഷീല ഒരല്പം മയങ്ങി. അപ്പോഴാണ് പാർലറിലേക്ക് കുറേ പേർ ഓടിക്കയറി വരുന്ന ശബ്ദം കേട്ടത്. ഷീല ഞെട്ടിയുണർന്നു. അതിൽ 2 പേർ യൂണിഫോമിലായിരുന്നു. ഷീല കരുതിയത് അവർ പോലീസുകാരായിരിക്കുമെന്നാണ്. ഇരിങ്ങാലക്കുട എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറും സംഘവുമായിരുന്നു അത്. അവർ ആ പാർലർ ആകെ പരിശോധിച്ചു. പക്ഷെ ഒന്നും കിട്ടിയില്ല. അതോടെ ഷീലയോട് സ്കൂട്ടർ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. ചാലക്കുടി പട്ടണത്തിലുള്ള ഒരു കെട്ടിടത്തിൻ്റെ 2ാമത്തെ നിലയിലായിരുന്നു ഷീലയുടെ പാർലർ. ഷീല സ്കൂട്ടർ ഇരിക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുത്തു. സ്കൂട്ടറും പരിശോധിച്ചു. ആരോ നൽകിയ വിവരമനുസരിച്ചായിരുന്നു എക്സൈസ് സംഘം അവിടെ എത്തിയത്. ഇതിനിടയിൽ ഉദ്യോഗസ്ഥരിൽ ഒരാൾ ഷീലയുടെ ബാഗ് ചോദിച്ചു വാങ്ങി. ആ ബാഗ് വിശദമായി പരിശോധിച്ചു. അതിൻ്റെ ഉള്ളറയിൽ നിന്ന് ഒരു പൊതി വലിച്ചെടുത്തു. ഇതിനിടയിൽ അടുത്തുള്ള കടക്കാരിൽ ചിലരൊക്കെ അങ്ങോട്ടേക്ക് വന്നു. അവരുടെയൊക്കെ ഇടയിൽ നാണം കെട്ട് ചൂളി ആ സാധു സ്ത്രീ നിന്നു. ആർക്കും ഷീല ഇങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കാനായില്ല. എക്സൈസുകാർ ഷീലയോട് കാര്യം ചോദിച്ചു. എന്നാൽ അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കാനേ ആ പാവം സ്ത്രീക്ക് കഴിഞ്ഞുള്ളൂ. തനിക്കൊന്നും അറിയില്ലെന്ന് ഷീല എക്സൈസ് ഉദ്യോഗസ്ഥരോട് കരഞ്ഞു പറഞ്ഞു. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം പിടികൂടപ്പെടുന്ന എല്ലാ കേസുകളെയും പോലെ ഒരു കേസായിരുന്നു ഇതും. ആരോ വിവരം നൽകിയതനുസരിച്ചാണ് എക്സൈസ് വന്നത്. ഷീലയുടെ സ്കൂട്ടർ പരിശോധിച്ചപ്പോൾ ഇൻഷുറൻസ് പേപ്പറിൻ്റെ കവറിൽ അടച്ച നിലയിൽ വീണ്ടും LSD സ്റ്റാമ്പുകൾ കണ്ടെത്തി. കിട്ടിയ വിവരം ശരിയാണെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ബോധ്യമായി. എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് മറ്റൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഇതിനിടയിൽ ഉദ്യോഗസ്ഥൻ ഫോൺ തിരികെ കൊടുത്തിട്ട് മകനെ വിളിക്കാൻ ഷീലയോട് ആവശ്യപ്പെട്ടു. അവർ മകനെ വിളിക്കുകയും ചെയ്തു. അരമണിക്കൂറിനകം സംഗീത് അവിടെ എത്തി. എന്നാൽ അവനും ഒന്നും പിടികിട്ടിയില്ല. ഷീലയുടെ തൊണ്ട വരണ്ടു. കണ്ണുകളിൽ ഇരുട്ട് കയറുന്നത് പോലെ അവർക്ക് തോന്നി. ജീവനില്ലാത്ത ഒരു മനുഷ്യ ശരീരം പോലെ ഷീല അവിടെ നിന്നു. ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ഉദ്യോഗസ്ഥർ ഷീലയോട് ചോദിച്ചു. എന്നാൽ തന്നോട് അത്രയ്ക്കും ശത്രുതയുള്ള ഒരാളെ കണ്ടെത്താൻ എത്ര ആലോചിച്ചിട്ടും ഷീലയ്ക്ക് കഴിഞ്ഞില്ല. പിന്നെ എങ്ങനെ ഇത് നിങ്ങളുടെ ബാഗിലും സ്കൂട്ടറിലും എത്തി? 1 മാസം മുൻപ് പരാതി കിട്ടിയതാണ്. അന്ന് മുതൽ നിങ്ങൾ ഞങ്ങളുടെ നിരീക്ഷണത്തിലായിരുന്നു. അതിലൊരാൾ പറഞ്ഞു. ഷീലയെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോകുമ്പോൾ അത് കണ്ട് ജനക്കൂട്ടം നിന്നു. എല്ലാ ദിവസവും സമാധാനത്തോടെ കയറി വന്നിരുന്ന ഒരിടത്തു നിന്ന് ആ പാവം സ്ത്രീയെ കുറ്റവാളിയായി വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി. ചാലക്കുടി എക്സൈസ് റേഞ്ച് ഓഫീസിന് മുന്നിൽ ഷീലയെ കയറ്റിയ വാഹനം ചെന്നു നിന്നപ്പോൾ അവിടെ മാധ്യമങ്ങളുടെ ഒരു പട തന്നെയുണ്ടായിരുന്നു. ഷീലയുടെ ദൃശ്യങ്ങൾ എടുക്കാൻ അവർ മത്സരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഷീലയെ വൈദ്യപരിശോധനയ്ക്കായി ചാലക്കുടി ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് മജിസ്ട്രേറ്റിൻ്റെ വസതിയിലേക്ക്. മജിസ്ട്രേറ്റ് ഷീലയെ റിമാൻഡ് ചെയ്തു. രാത്രി 11:30 ആയപ്പോഴേക്കും ഷീലയെ വിയ്യൂർ സെൻട്രൽ ജയിലിലെത്തിച്ചു. പിന്നീട് അവർ പുറം ലോകം കാണുന്നത് 72ാമത്തെ ദിവസമാണ്, മെയ് 10-ന്. ഇതിനിടയിൽ ഷീലയുടെ ഭർത്താവ് സണ്ണി തിരുവനന്തപുരത്ത് പോയി മുഖ്യമന്ത്രിക്കും എക്സൈസ് കമ്മീഷണർക്കുമൊക്കെ പരാതി കൊടുത്തു. ആ സമയത്ത് ഷീലയുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് വെറും 136 രൂപയായിരുന്നു. പേഴ്സിലാകട്ടെ 900 രൂപയും. ചോദ്യം ചെയ്തപ്പോഴൊക്കെ അവർ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, സാർ, എൻ്റെ ഫോണും ബാങ്ക് അക്കൗണ്ടും പരിശോധിച്ചാൽ അറിയാമല്ലോ ഞാൻ കുറ്റവാളിയാണോ അല്ലയോ എന്ന്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഷീല തന്നെ കേസിൽ കുടുക്കിയതാണെന്നും ഇതിനു പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് കോടതിയിലെത്തി. അങ്ങനെ ഈ കേസിൻ്റെ അന്വേഷണം എക്സൈസിൽ നിന്ന് പോലീസിന് കൈമാറി. DYSP BK രാജുവിനായിരുന്നു അന്വേഷണ ചുമതല. തന്നെ കുടുക്കിയത് മരുമകളും അവളുടെ സഹോദരിയും കൂടിയാണെന്ന് ഷീല ഉറപ്പിച്ചു പറഞ്ഞു.
എന്നാൽ ഇതിനകം തന്നെ ഷീലയുടെ സ്കൂട്ടറിൽ നിന്ന് പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾ കാക്കനാട് റീജിയണൽ ലാബിൽ പരിശോധനയ്ക്ക് അയച്ചു. മെയ് 12-ന് പുറത്തു വന്ന ലാബ് റിപ്പോർട്ടിൽ പിടിച്ചെടുത്തത് ലഹരി വസ്തുക്കളല്ല എന്നാണ് തെളിഞ്ഞത്. മെയ് 12-ന് തന്നെ ഈ റിപ്പോർട്ട് ലാബിൽ നിന്ന് ചാലക്കുടി എക്സൈസ് റേഞ്ച് ഓഫീസർക്കും സർക്കിൾ ഇൻസ്പെക്ടർക്കും അയച്ചിരുന്നു. പിറ്റേന്നു തന്നെ ഈ റിപ്പോർട്ട് ഇവർക്ക് കിട്ടിയെങ്കിലും ഈ വിവരം ഉദ്യോഗസ്ഥർ ഷീലയെ അറിയിച്ചില്ല. സംഭവം പുറത്തു വന്നതോടെ ഷീലയെ അറസ്റ്റ് ചെയ്ത ചാലക്കുടി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ കെ സതീശനെ വ്യാജരേഖ ചമയ്ക്കുകയും പ്രതികളുമായി ഗൂഢാലോചന നടത്തുകയും ചെയ്തെന്നു കണ്ടെത്തി എക്സൈസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തു. ഷീലയെ അറസ്റ്റ് ചെയ്ത ദിവസം സതീശൻ നാരായണദാസുമായി ഷീലയുടെ ബ്യൂട്ടി പാർലർ അടുത്ത് എത്തിയതായും ഇവർ തമ്മിൽ ഫോണിൽ സംസാരിച്ചതായും എക്സൈസ് കമ്മീഷണറുടെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഇതിനിടയിൽ കേസിന്റെ അന്വേഷണം ഷീലയുടെ കുടുംബത്തിലേക്ക് തന്നെ എത്തി. ഷീലയുടെ ആരോപണം ശരിയാണെന്നു തെളിഞ്ഞ സംഭവങ്ങളായിരുന്നു പിന്നീട് നടന്നത്. ഷീലയുടെ മരുമകളുടെ സഹോദരിയായ കാലടി വാറായിൽ ലിബിയ ജോസിന് സംഭവത്തിൽ പങ്കുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. 21-കാരിയായ അവൾക്ക് ബാംഗ്ലൂരിലാണ് ജോലി. ലിബിയയെ കേസിൽ പ്രതി ചേർക്കുകയും ചെയ്തു. ഷീലയുടെ മകൻ സംഗീതിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ 2 തവണ ആവശ്യപ്പെട്ടെങ്കിലും അയാൾ എത്തിയില്ല. ലിബിയയെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിലും അവളും ഹാജരായില്ല. ഇതോടെ ലിബിയയെ കേസിൽ പ്രതി ചേർത്തു. തന്നെ കേസിൽ പ്രതി ചേർത്തതോടെ എക്സൈസ് സംഘം തന്നെ കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയാണെന്നും മാനസികമായി പീഡിപ്പിക്കുകയാണെന്നും ആരോപിച്ച് ലിബിയ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയിലെത്തി. അതോടെ ലിബിയയെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതി അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകി. ഷീലയെ ആദ്യം കസ്റ്റഡിയിലെടുത്തത് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറായിരുന്ന സതീശനാണ്. ആരോ വിളിച്ചു പറഞ്ഞതനുസരിച്ചാണ് ഉദ്യോഗസ്ഥർ ഷീലയുടെ പാർലറിൽ എത്തിയതെന്നും കണ്ടെത്തിയ ലഹരി പദാർത്ഥത്തിൻ്റെ അളവ് കൂടുതലായതുകൊണ്ടാണ് മേലുദ്യോഗസ്ഥരെ അറിയിച്ചതെന്നും സതീശൻ പോലീസിന് മൊഴി നൽകി. ഇതിനിടെ ഇന്റർനെറ്റ് കോൾ ചെയ്ത് ഷീലയുടെ സ്കൂട്ടറിൽ ലഹരി മരുന്നുണ്ടെന്ന് എക്സൈസിന് വിവരം നൽകിയത് തൃപ്പൂണിത്തുറ ഏരൂർ സ്വദേശിയായ നാരായണദാസാണെന്ന് എക്സൈസ് ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തി. ഇയാളെ കേസിൽ പ്രതി ചേർക്കുകയും ചെയ്തു. എന്നാൽ അപ്പോഴേക്കും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസ് പോലീസിന് കൈമാറി. മുൻകൂർ ജാമ്യത്തിനായി നാരായണദാസ് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ജാമ്യാപേക്ഷ തള്ളി. തെറ്റായ ആരോപണങ്ങൾ ജീവിതം നശിപ്പിക്കും. അവ ഉന്നയിക്കുന്നവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ഇത്തരം കേസുകളിലെ പ്രതികളെ ഉടനടി അറസ്റ്റ് ചെയ്ത് അന്വേഷണത്തിന് വിധേയമാക്കണം. കുറ്റക്കാരെന്നു കണ്ടെത്തിയാൽ ശിക്ഷയ്ക്ക് പുറമെ നിയമപ്രകാരം ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിടണം. 2025 ജനുവരി 28-ന് നാരായണദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ നടത്തിയ പരാമർശം ഷീല സണ്ണി നേരിട്ട ദുരനുഭവങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ ഇതിനെതിരെ അയാൾ സുപ്രീം കോടതിയിലെത്തി. ഹൈക്കോടതി വിധിയിൽ ഇടപെടാൻ സുപ്രീം കോടതിയും വിസമ്മതിച്ചു. 7 ദിവസത്തിനുള്ളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാനായിരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശം. അതോടെ അയാൾക്ക് മറ്റു വഴികളില്ലെന്നായി. പക്ഷേ കോടതി പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും അയാൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായില്ല. 2025 ഏപ്രിലിൽ നാരായണദാസിനെ ബാംഗ്ലൂരിൽ നിന്ന് പോലീസ് പിടികൂടി. എന്നാൽ ഷീലയ്ക്ക് നാരായണദാസിനെ യാതൊരു പരിചയവുമില്ല. ആ പാവം സ്ത്രീയോട് അയാൾക്ക് വൈരാഗ്യം തോന്നേണ്ട കാര്യവുമില്ല. നാരായണദാസിനെ ചോദ്യം ചെയ്തപ്പോൾ ഷീലയുടെ മരുമകളുടെ അനുജത്തിയായ ലിബിയയുടെ പങ്ക് വ്യക്തമായി. ലിബിയയുടെ ആൺ സുഹൃത്താണ് നാരായണദാസ്. അയാളാണെങ്കിൽ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുമാണ്. ലിബിയ പറഞ്ഞിട്ടാണ് താൻ ഇത് ചെയ്തതെന്നും പ്രതി ചേർത്ത വിവരം അറിഞ്ഞ് ലിബിയ ദുബായിലേക്ക് കടന്നെന്നും അയാൾ വെളിപ്പെടുത്തി. ലിബിയയ്ക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. 2025 ജൂണിൽ ദുബായിൽ നിന്ന് മുംബൈ എയർപോർട്ടിൽ വന്നിറങ്ങിയ ലിബിയയെ ഇമിഗ്രേഷൻ അധികൃതർ തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറി. ലിബിയയുടെ പാസ്പോർട്ട് കണ്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് പോലീസ് കോടതിയെ സമീപിച്ചിരുന്നു. ഈ ഹർജിയിൽ കോടതി വിധി പറയാനിരിക്കുമ്പോഴായിരുന്നു ഗത്യന്തരമില്ലാതെ ലിബിയ തിരിച്ചെത്തിയത്. ഷീലയെ നാണം കെടുത്തുകയായിരുന്നു തൻ്റെ ഉദ്ദേശമെന്നും അതിനു കാരണം ഷീല തന്നെക്കുറിച്ച് പലരോടും മോശമായി പറഞ്ഞതുകൊണ്ടാണെന്നും പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ ലിബിയ സമ്മതിച്ചു. ഷീലയെ എക്സൈസ് അറസ്റ്റ് ചെയ്തത് ഫെബ്രുവരി 27-നാണ്. അതിൻ്റെ തലേ ദിവസം ലിബിയ ഷീലയുടെ വീട്ടിലെത്തി. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. വൈകുന്നേരമായപ്പോൾ മരുമകളും അനിയത്തി ലിബിയയും കൂടി ഷീലയുടെ സ്കൂട്ടറും എടുത്ത് ടൗണിലുള്ള മകൻ്റെ മൊബൈൽ ഷോപ്പിലേക്ക് പോയി. ആ പോക്കിനിടയിലാണ് കയ്യിൽ കരുതിയിരുന്ന LSD സ്റ്റാമ്പ് ലിബിയ ഷീലയുടെ സ്കൂട്ടറിൽ ഒളിപ്പിച്ചത്. ഷീല അയൽക്കൂട്ടത്തിൻ്റെ യോഗത്തിൽ പങ്കെടുക്കാനും പോയി. പുറത്തുപോയ മരുമകളും അനിയത്തിയും തിരിച്ചു വന്നത് രാത്രി 9 മണിയോടെയാണ്. രാത്രി മരുമകളുടെ അച്ഛനും അമ്മയും വന്നു. എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിട്ട് അവർ അങ്കമാലി മറ്റൂരിലുള്ള അവരുടെ വീട്ടിലേക്ക് പോയി. ലിബിയ അന്ന് ഉറങ്ങിയത് ഷീലയുടെ മുറിയിലായിരുന്നു. അന്ന് ലിബിയയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത് ഷീലയായിരുന്നു. അത് കഴിച്ചിട്ടാണ് യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ ലിബിയ ആ ദുഷ്ടത്തരം ചെയ്തത്. തൻ്റെ നിരപരാധിത്വം തെളിഞ്ഞതോടെ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഷീല ഹൈക്കോടതിയെ സമീപിച്ചു. 2025 ജൂലൈയിൽ ഷീലയ്ക്കെതിരായ FIR ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് റദ്ദു ചെയ്തു. മാത്രമല്ല ഈ കേസിന് പിന്നിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നും തന്നെ കള്ളക്കേസിൽ കുടുക്കിയതിന് 72 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ഷീല ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു.
ഷീലയെ കുടുക്കിയ കേസിൽ 2025 ഓഗസ്റ്റിൽ തൃശൂർ സെഷൻസ് കോടതിയിൽ ലിവിയ ജോസിനെയും നാരായണദാസിനെയും പ്രതികളാക്കി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. എക്സൈസ് ഉദ്യോഗസ്ഥരായിരുന്നു ഈ കേസിലെ സാക്ഷികൾ. ഇതിനിടയിൽ 2 മാസങ്ങൾക്കു ശേഷം ലിവിയയ്ക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. അഡ്വക്കേറ്റ് BA ആളൂരായിരുന്നു അവൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത്. അവളുടെ പ്രായവും 2 മാസമായി ജയിലിൽ കഴിയുകയാണെന്നുള്ളതും പരിഗണിച്ചാണ് ഉപാധികളോടെ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ജാമ്യം അനുവദിച്ചത്. ഇതിനകം തന്നെ നാരായണദാസും ജാമ്യത്തിലിറങ്ങിയിരുന്നു. എന്നാൽ 20 വർഷം വരെ ശിക്ഷ കിട്ടുമായിരുന്ന ഈ കേസിലെ പല ഘട്ടങ്ങളിലും ഷീലയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. യഥാർത്ഥ LSD സ്റ്റാമ്പ് വാങ്ങി ഷീലയെ കൊടുക്കാനായിരുന്നു ഇവരുടെ പദ്ധതി. അങ്ങനെ ബാംഗ്ലൂരിൽ മയക്കുമരുന്ന് ഇടപാട് നടത്തുന്ന ഒരു ആഫ്രിക്കക്കാരന് 10,000 രൂപ കൊടുത്ത് അയാളിൽ നിന്ന് LSD സ്റ്റാമ്പ് വാങ്ങി. ഒന്നുകിൽ ഒറിജിനലാണെന്ന് പറഞ്ഞ് വ്യാജ LSD സ്റ്റാമ്പ് കൊടുത്ത് ആഫ്രിക്കക്കാരൻ ലിവിയയെയും നാരായണദാസിനെയും പറ്റിച്ചു. അല്ലെങ്കിൽ ലിവിയയും നാരായണദാസും ശരിയായ രീതിയിൽ സൂക്ഷിക്കാത്തതുകൊണ്ട് ഫലം നെഗറ്റീവായതുമാകാം. എന്തായാലും അങ്ങനെയാണ് ഷീലയിൽ നിന്ന് പിടിച്ചെടുത്ത LSD സ്റ്റാമ്പ് കാക്കനാട്ടെ അനലിറ്റിക്കൽ ലാബിൽ പരിശോധിച്ചപ്പോൾ അത് വ്യാജമാണെന്ന് കണ്ടെത്തിയതും ഷീല രക്ഷപ്പെട്ടത്. ഷീലയെ ജയിലിൽ വെച്ച് ചോദ്യം ചെയ്തത് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന D ശ്രീകുമാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു. ഷീലയെ ആരോ ചതിയിൽപ്പെടുത്തിയതാണെന്ന് അദ്ദേഹത്തിന് ചോദ്യം ചെയ്യലിൽ മനസ്സിലായി. അദ്ദേഹം ഇക്കാര്യം കേസ് ഡയറിയിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. ജയിലിൽ നിന്നിറങ്ങിയ ഷീലയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ആ ബ്യൂട്ടി പാർലർ ഉപജീവന മാർഗമായിരുന്നു. ഷീലയുടെ ദുരവസ്ഥ കണ്ടറിഞ്ഞ മലപ്പുറത്തെ തണൽ എന്ന സംഘടന അവർക്ക് പുതിയൊരു ബ്യൂട്ടി പാർലർ സജ്ജമാക്കി കൊടുത്തു. പക്ഷേ മയക്കുമരുന്ന് കേസിൽപ്പെട്ട ഷീലയുടെ പാർലറിൽ ആരും പോകാൻ തയ്യാറായില്ല. അവരെ എല്ലാവരും ഒറ്റപ്പെടുത്തി. അങ്ങനെ അധികം താമസിയാതെ ആ ബ്യൂട്ടി പാർലർ അടച്ചുപൂട്ടി. ഷീല ചെന്നൈയിലേക്ക് പോയി. അവിടെ ഒരു കിൻഡർ ഗാർഡനിൽ കുട്ടികളെ പരിചരിക്കുന്ന ജോലി ഷീലയ്ക്ക് കിട്ടി. എന്നാൽ അധിക നാൾ അവിടെ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ തിരികെ നാട്ടിലെത്തി കൊല്ലത്തെ ഒരു ഫിസിയോതെറാപ്പി സെൻ്ററിൽ ജോലിക്ക് കയറി. ഷീലയുടെ അനുഭവം മറ്റൊരാൾക്കും ഉണ്ടാകരുത്. ഇത് ആവർത്തിക്കാതിരിക്കാൻ നിയമ സംവിധാനങ്ങൾക്ക് മാറ്റം വരണം. ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ ആരെയും ഏതു കേസിലും കൊടുക്കാൻ കഴിയും എന്നതിൻ്റെ തെളിവാണ് ഈ കേസ്.